നൂറുകണക്കിന് ക്രിസ്മസ് പപ്പമാർ ആട്ടവും പാട്ടും സമ്മാനപ്പൊതികളുമായി നഗരത്തിലെത്തിയതോടെ കോട്ടയം പപ്പ നഗരമായി. ക്രിസ്മസിന്റെ വരവറിയിച്ച് സിറ്റിസൺ ഫോറത്തിന്റെയും നഗരസഭയുടെയും വിവിധ നഴ്സിംഗ് കോളേജുകൾ, രൂപതകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെയെല്ലാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോട്ടയത്ത് ബോൺ നതാലെ സീസൺ 4 നടത്തപ്പെട്ടത്. ക്രിസ്മസ് സന്ദേശ റാലിയിൽ കുട്ടികളും മുതിർന്നവരും പ്രായവ്യത്യാസമന്യേ ക്രിസ്മസ് പപ്പമാരായി കോട്ടയം നഗരത്തെ ആവേശത്തിലാഴ്ത്തി. വൈകുന്നേരം 5-ന് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ജില്ലാ പോലീസ് ചീഫ് എ ഷാഹുൽ ഹമീദ് ബോൺ നതാലെ ക്രിസ്മസ് സന്ദേശ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്രിസ്മസ് ദൃശ്യാവിഷ്കാര പ്ലോട്ടുകൾ, വിവിധ പരമ്പരാഗത നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയോടെ റാലി മാമമാപ്പിള ഹാളിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ക്രിസ്മസിന്റെ സന്തോഷം നുകരാനും പകരാനുമുള്ള ഒരു നല്ല അവസരമാണ് ബോൺ നതാലെ എന്ന് മാർ മാത്യു മൂലക്കാട്ട് വ്യക്തമാക്കി. സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഈ അവസരത്തിൽ ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവത്തോട് ചേർന്നു നിന്നുകൊണ്ട് പരസ്പരം സമാധാനവും സ്നേഹവും പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായി മാറണമെന്നും മാർ മാത്യു മൂലക്കാട്ട് ഉദ്ബോധിപ്പിച്ചു. ക്രിസ്മസിന്റെ സന്തോഷം നുകരാനും പകരാനുമുള്ള ഒരു നല്ല അവസരമാണ് ഈ ബോൺ നതാലയിലൂടെ നമുക്ക് സംജാതമായിരിക്കുന്നത്. ക്രിസ്മസ് എല്ലാവർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ബോൺ നതാലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പോകുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്ന ദൈവപുത്രനായ ഈശോയുടെ മനുഷ്യാവതാരമാണ്. മലഹമറന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഗാനം ഒരു പാടി, ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വാസ്തവത്തിൽ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ട സുന്ദരമായ ആശയമാണിത്. ദൈവത്തെയും മനുഷ്യനെയും ചേർത്തിണക്കി മനുഷ്യന്റെ സമാധാനത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എന്തെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്ന സന്ദേശമാണ് മലാഖ മറന്നു പാടിയത്. ഇപ്പോഴും നാം അത് ആവർത്തിക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മുടെ നീക്കം. ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം സമാധാനം പങ്കുവയ്ക്കുന്ന, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു നല്ല സമൂഹമാകുവാനായിട്ട്, നല്ല വ്യക്തികളാകുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. കെ ഫ്രാൻസിസ് ജോർജ് MP, മോൻസ് ജോസഫ് MLA, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സന്നിഹിതരായിരുന്നു. ഷെക്കിന ന്യൂസ്, കോട്ടയം.